ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ കാർഡിന് ഇത് എന്ത് പറ്റി? ഈ കാർഡിന് ഇത് എന്ത് പറ്റി? ഇത് നമ്മൾ കളിക്കുന്ന ചീട്ടാണ്. ഈ ചീട്ട് ഞാനിങ്ങനെ മുറിച്ച് ത്രികോണ എല്ലാം വെട്ടി. ഈ ത്രികോണത്തിന്റെ 2 വശങ്ങളെടുത്ത് ഇങ്ങനെ ഒപ്പിച്ചാലാണ് ഒരു ചീട്ട് ഓക്കെ ആവുന്നത്. ഇത് കണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. ഇത് ഇങ്ങനെ ഒപ്പമാക്കണം. അങ്ങനെ ഏറ്റവും കൂടുതൽ ചീട്ടുകൾ കൃത്യമായി ഒപ്പത്തിൽ നിരത്തി വെക്കുന്ന ആരാണോ അയാളാണ് ഈ മത്സരത്തിൽ വിജയി. ഒപ്പം കഥയും ശ്രദ്ധിക്കണം. മത്സരത്തിൽ പങ്കെടുക്കാൻ ആദ്യം ഞാൻ വിളിക്കുന്നു മരിയ. മരിയ, യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. കള്ള്, കപ്പ, കരിമീൻ, ഇത് 3ഉം മുട്ടില്ലാതെ കിട്ടുന്ന സ്ഥലം ഏതാണ്? കുട്ടനാട്. പേര് പറയുമ്പോഴേ നാവിൽ ചുണ്ടൻ വള്ളങ്ങൾ ഓടി. കുട്ടനാട്ടേക്കുള്ള MC റോഡിൽ പേര് പോലെ തന്നെ തണുപ്പുമുണ്ട്. റോഡരികിൽ താറാവുകളുടെ മാർച്ച് പാസ്റ്റ്. ഉച്ചയ്ക്കുള്ള മപ്പ സാവാനാണ് നവരുണ്ടോ അറിയുന്നു. തൊട്ടപ്പുറത്ത് വാഴനാരിൽ തൂങ്ങിയാടി കരിമീൻ കൂട്ടം. നിലത്ത് കൊമ്പുകൊത്തി കൊഞ്ചിന്റെ എഴുന്നള്ളത്ത്. ഇനി 28 സെക്കൻഡ് മാത്രം ബാക്കി. ഇതുവരെ ഒരൊറ്റ പേര് പോലും മരിയ ചെയ്തിട്ടില്ല. നമുക്ക് ഒത്തിരി ടൈം ഒന്നും ഇല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യാം. മരിയ 20 സെക്കൻഡ്സ് മോർ. കുറച്ചും കൂടെ സ്പീഡപ്പ് ആകാം. ഒരെണ്ണമെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? ഓക്കെ, മരിയയുടെ ഫസ്റ്റ് പേര് റെഡി ആയോ ചോദിച്ചാൽ ആയിട്ടില്ല. കറക്റ്റ് ആയിട്ട് നോക്കി ചെയ്യണം. 10 സെക്കൻഡ് മാത്രം ബാക്കി. 9, 8, 7, 6, 5, 4, 3, 2, 1 and that's it. ചോദ്യങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കണം. പേര് പറഞ്ഞപ്പോൾ നാവിൽ ഓടിയത് എന്താണ്? കപ്പൽ. മാർച്ച് പാസ്റ്റ് നടത്തിയത് ആരാണ്? ചെമ്മീൻ. എന്താവാനായിരുന്നു മാർച്ച് പാസ്റ്റ്? പേര് പറഞ്ഞപ്പോൾ നാവിൽ ഓടിയത് എന്താണ്? ചുണ്ടൻ വള്ളം. മാർച്ച് പാസ്റ്റ് നടത്തിയത് ആരാണ്? താറാവുകൾ. എന്താവാനായിരുന്നു മാർച്ച് പാസ്റ്റ്? മപ്പ സാവാൻ. അപ്പോൾ താറാവുകൾ എന്ന് പറഞ്ഞ ഉത്തരം ശരിയാണ്. 10 മാർക്ക്. ചെമ്മീനോ എന്തോ പറഞ്ഞിട്ടാണ് പറഞ്ഞതെങ്കിലും താറാവ് കൃത്യം പറഞ്ഞു. 10 മാർക്ക് അതിന് കിട്ടി. മരിയ പേറാക്കിയതിൽ ഒരു ജെ ആദ്യം ഇവിടോട്ട് ഞാൻ കൊണ്ടുവന്നു. അതിന്റെ ചിഹ്നങ്ങൾ 2ഉം വേറെയാണ്. അത് പേരല്ല. ഒരു കിങ്ങിനെ കിട്ടി. അവൻ ആള് കൊള്ളാം, അവൻ പേരാണ്. എന്നാൽ ഈ ക്യൂ മരിയ പേരാക്കി. അത് കയ്യിൽ പോയിരിക്കുകയാണ്. അത് വേറെയാണ്. ആക്ടിവിറ്റിയിൽ ഒരു ചീട്ടാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇനി വരാനിരിക്കുന്നത് ജീനയാണ്. ജീന, യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. കേശു എന്ന അലക്കുകാരന് രതീഷ് എന്നൊരു മണ്ടൻ കഴുതയുണ്ടായിരുന്നു. ഒരു ദിവസം രതീഷ് സന്തോഷ് എന്നൊരു കുറുക്കനുമായി ചെങ്ങാത്തത്തിലായി. കേശുവിന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു വെള്ളരി തോട്ടം ഉണ്ടായിരുന്നു. ഒരു രാത്രി രതീഷും സന്തോഷും കൂടി തോട്ടത്തിൽ കടന്ന് ഇഷ്ടം പോലെ വെള്ളരി കട്ട് തിന്നു. ഹായ്, നല്ല രുചിയുള്ള കുക്കുംബർ. ഇനി ഡെയിലി നമുക്കിവിടെ വരണം, രതീഷ് പറഞ്ഞു. ഇനി 30 സെക്കൻഡുകൾ മാത്രമാണ് ബാക്കി. വെക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കുക. വെച്ചിരിക്കുന്നതൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം വെക്കാനായിട്ട്. 2 എണ്ണമെങ്കിലും മിനിമം നമുക്ക് വേണം മറിയെ കടത്തി വെട്ടാനായിട്ട്. ഇനി 20 സെക്കൻഡുകൾ മാത്രം ബാക്കി. ജീന, കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി 10 സെക്കൻഡുകൾ മാത്രമാണ് ബാക്കി. ജീന, 9, 8, 7, 6, 5, 4, 3, 2, 1 and that's it. കേശു ആരായിരുന്നു? അതാണോ ചിഹ്നം? കേട്ടില്ല. കുറുക്കന്റെ പേരെന്തായിരുന്നു? വിശാൽ അല്ല. സുരേഷ് അല്ല. ഭാസ്കരൻ? അറിഞ്ഞോളാം. ഹായ്, നല്ല രുചിയുള്ള കുക്കുംബർ എന്ന് പറഞ്ഞത് ആരായിരുന്നു? രതീഷ്, കഴുത. കുറുക്കന്റെ പേരെന്തായിരുന്നു? സന്തോഷ്. കേശു ആരായിരുന്നു? അലക്കുകാരൻ. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല. അതുകൊണ്ട് 10, 10, 10, 30 മാർക്കുമില്ല. എന്നാൽ ആക്ടിവിറ്റിയിൽ ഒരു ക്യൂ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അത് തെറ്റിപ്പോയി. 2 ചിഹ്നങ്ങൾ ശരിയല്ലാതെ തെറ്റിപ്പോയി. എന്നാൽ ഈ 10ഉം ഈ കിങ്ങും ഈ 7ഉം കൂടെ ചെയ്തുകൊണ്ട്
ആക്ടിവിറ്റി പൂർത്തിയാക്കി 21 മാർക്കുകൾ മേടിച്ചുകൊണ്ട് മരിയയേക്കാൾ 11 മാർക്ക് ഭൂരിപക്ഷത്തോടുകൂടി ജീന ഇന്നത്തെ എപ്പിസോഡിൽ വിജയിച്ചിരിക്കുകയാണ്. മരിയ വരൂ. എത്രയോ മലയാളികൾക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെയും ഒരുപാട് പുതിയ പുതിയ അറിവുകൾ നൽകാൻ നമുക്ക് സാധിച്ചു. മരിയയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇത്രയും ഒരു റൗണ്ടിൽ ഈ സ്റ്റേജിൽ എത്താൻ തന്നെ കഴിഞ്ഞത് വളരെ വലിയ ഭാഗ്യം. ഞങ്ങൾ സ്ഥിരം എല്ലാത്തിലും അമ്മ അയ്യോ ചെന്ന് മരിയക്കുള്ള സമ്മാനം എടുത്തു കൊടുക്കും.